ഹലോ ലോയ്റ്റ് ഗുഡൻ ടാഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ലേസൺ, ഹ്യൂറൻ, സ്പ്രെഷൻ ഈ 3 മൊഡ്യൂൾസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഷ്രൈബൻ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഷ്രൈബനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഗ്രാമർ പാർട്ടിലാണ്. മറ്റ് 3 മൊഡ്യൂൾസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രാമർ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഷ്രൈബനിലാണ്. കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. ഇംഗ്ലീഷ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജർമ്മനിൽ ഒരുപാട് സ്ഥലത്ത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജർമ്മനിൽ എവിടെയൊക്കെ ഒരു നൗൺ വരുന്നു ആ നൗണിനെ നിങ്ങൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. ഒരു എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ദേർ ഹുണ്ട് ഷ്ലേഫ്റ്റ്. ഇവിടെ ഹുണ്ട് എന്ന് പറയുന്നത് നൗൺ ആണ്. ഹുണ്ട് ഒരു നൗൺ ആയതുകൊണ്ട് ഹുണ്ടിന്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് ഹ എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾ ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. ദി കിൻഡർ സ്പീലൻ ഇം ഗാർട്ടൻ. ഗാർട്ടൻ എന്ന് പറയുന്നത് നൗൺ ആണ്. ഗാർട്ടനിലെ ഫസ്റ്റ് ലെറ്റർ ജി ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ പോലെ തന്നെ ഒരു സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹോയ്റ്റർ ഇസ് ദ സ്വെറ്റർ ഷ്യോൺ. ഇവിടെ ഈ ഒരു സെന്റൻസ് ഹോയ്റ്റർ എന്ന് വെച്ച വേർഡ് കൊണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എച്ച് ക്യാപിറ്റൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇഷ് ഗിയർ ഇൻ സ്കീനോ. ഇവിടെ ഇഷ് എന്ന സബ്ജക്ട് വെച്ചിട്ടാണ് സെന്റൻസ് തുടങ്ങുന്നത്. ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില സബ്ജക്റ്റുകൾ നിങ്ങൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. അതായത് ഫോർമൽ സി, ഈനൻ, ഇയർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ഗേറ്റ് ഇസ് ഈനൻ. അവിടെ ഈനൻ ഐ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വാസ് മ്യോസ്റ്റൻ സി ട്രിങ്കൻ. അവിടെ സി നിങ്ങൾ ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേർഡ് ഓഫ് എവറി ടൈറ്റിൽസ് ആൻഡ് ഹെഡിങ്സ് ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. അതുകൂടാതെ തന്നെ കോളൻ കഴിഞ്ഞ് വരുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്ററും നിങ്ങൾ ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 ടൈറ്റിൽസ് നോക്കാം. ഡേർ ഹെയർ, ഡേർ റിങ്, ദി ഷ്യോണ und das Beast. നെക്സ്റ്റ് നമുക്കിനി കോളൻ വരുന്ന സിറ്റുവേഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ sagt das ist wunderbar. ഇവിടെ കോളന് ശേഷം വരുന്ന വേർഡ് ദസ് ആണ്. ദസിന്റെ ഫസ്റ്റ് ലെറ്ററിൽ ക്യാപിറ്റൽ വേണം എഴുതാനായിട്ട്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോമിനലൈസ്ഡ് വേർഡ് ആണ്. അതായത് നമ്മളൊരു വേർബിനെയോ അല്ലെങ്കിൽ ആഡ്ജക്റ്റീവിനെയോ നൗൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെന്റൻസ് നോക്കാം. ദസ് എസൻ ഇസ് ലെക്കർ. എസന് ആക്ച്വലി 2 മീനിങ് വരുന്നുണ്ട്. ടു ഈറ്റ്, അതുപോലെ തന്നെ ദ ഫുഡ് എന്നുള്ള മീനിങ് ഉണ്ട്. ഈ ഒരു സെന്റൻസിൽ നമ്മൾ ദസ് എസനെ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തത്. എസന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ബൈം ഷ്വിമ്മൻ ഫ്യൂലർ എഷ്മെഷ് ഫ്രൈ. ഇവിടെ നമ്മൾ ഷ്വിമ്മനെ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷ്വിമ്മന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ക്യാപിറ്റൽ ആവണം. ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ, ചാओ.